അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് അവതരിപ്പിച്ചു. 86,48,90,249 രൂപ പ്രതീക്ഷിത വരുമാനം പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Celebrating 25 years of excellence in education, Trinity Garden Public School, Vandiperiyar. The only CBSE school in Pyramid Taluk, offering a future-ready curriculum with AI and robotics, spacious classrooms, well-equipped laboratories, dedicated teachers, and extensive sports facility, including school bus facility in our campus. Admission open for the academic year 2026-27, where learning shapes the future. Enroll your child today at Trinity Garden Public School, Vandiperiyar. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യ ബഡ്ജറ്റ് അവതരണമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നത്. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന ദാരിദ്ര്യ ലഘൂകരണ മേഖലയ്ക്കും പ്രാതിനിധ്യം നൽകിയാണ് 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ മുൻഗണന അർഹമായ വിഭവ വിതരണം, കാര്യക്ഷമവും നീതിപൂർവമായ വിഭവ വിനിയോഗത്തിലൂടെ സമഗ്രമായ വികസനം കൈവരിക്കുക എന്നതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും വികസന പ്രവർത്തനങ്ങളിലും ഫണ്ട് വിനിയോഗത്തിലും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മാറും എന്നും പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ പറഞ്ഞു. തുടർന്ന് 86,48,90,249 രൂപ പ്രതീക്ഷിത വരുമാനവും 86,35,85,249 രൂപ പ്രതീക്ഷിത ചെലവും 13,05,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് അവതരിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളിലും ഫണ്ട് വിനിയോഗത്തിലും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആയി മാറുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. 9 രൂപ പ്രതീക്ഷിത വരുമാനവും ഉൽപാദന സേവന പശ്ചാത്തല മേഖലയിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ ഏറ്റെടുത്തും അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് വികസന പദ്ധതിയും ഭരണ ചെലവുകളും ഉൾപ്പെടെ 86,35,249 രൂപ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവും 13,05,000 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിച്ചുകൊണ്ടാണ് 26-27 വർഷത്തെ കറന്റ് ബഡ്ജറ്റ് തയ്യാറാക്കി. പീരിമേട് താലൂക്ക് ആശുപത്രിക്ക് 1 കോടി രൂപയും പൊതുവികസന ഫണ്ടായി 6,37,25,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടുകളായി 4,01,63,000 രൂപ 28,95,000 എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിക്സൺ ജോർജ്, ചെയർപേഴ്സൺമാരായ അനിത സന്തോഷ്, വനിതാ മുരുകൻ, അംഗങ്ങളായ വിൽസമ്മ ആന്റണി, PA അബ്ദുൾ റഷീദ്, ബിനോയ് കുര്യൻ, ഷീല ടീച്ചർ, ദേവി ഈശ്വരൻ, ജി മഹേന്ദ്രൻ, ജീവാമോൾ ടീച്ചർ, നൌഷാദ് വെമ്പിളി, ഷെമീന KB, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ബഡ്ജറ്റ് അവതരണ വേളയിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.